എന്താ മോളെ വിഷമിച്ചിരിക്കുന്നെ? എനിക്ക് ജീവിതം മടുത്ത അമ്മണിയമ്മേ. ജീവിതം ആകുമ്പോ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും മോളെ. അത് നമ്മളങ്ങോട്ട് തരണം ചെയ്യണം. മരിക്കാന്ന് വിചാരിച്ച് വിഷം കലർത്തിയതാ. അതാണ് അമ്മണിയമ്മയും കുടിച്ച്. എന്താ നീ പുതച്ചു മൂടിയൊക്കെ നിൽക്കണത്? മാല കാണാതിരിക്കാനാ. അല്ല, മാനം പോവാതിരിക്കാനാ. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ചെക്കന്മാരൊക്കെ എന്നെ ഭയങ്കര നോട്ടം ചേട്ടാ. അല്ല ചേട്ടാ, അത് വിട്ടേക്ക്. ചേട്ടാ അത് വിട്ടേക്ക് ചേട്ടാ. അല്ല വിട്ടേക്ക്. ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കണത്? നീ ആ ഷാളങ്ങോട്ട് മാറ്റിയേ. എന്താന്നറിയില്ല, കൊറേ നേരിട്ടേ പനിക്കുന്നുണ്ടോന്നൊരു സംശയം. ഭയങ്കര മേലൊക്കെ വേദന. അല്ല വേണ്ട, തൊട്ട. ചൂടൊന്നുമില്ലല്ലോ. അല്ല, അത് ചൂട് അങ്ങനെ ഉണ്ടായിരുന്നു. പനിയാവും. നീ എന്തൊക്കെയാ പറയണത്? അല്ല, അത് കഴുത്തി തൊട്ട ചേട്ട പനി പക. നിന്റെ കഴുത്തി കിടന്ന മാല അവിടെ ഊരി വെച്ചു. കുളിക്കുമ്പോ ഊരി വെച്ചു. നിനക്ക് ഞാനത് വാങ്ങി തന്നപ്പോ ഞാൻ പറഞ്ഞതാണ് അത് കഴുത്തിന്ന് ഊരാൻ പാടില്ല. ചേട്ടാ, അത് അടുത്ത മാസം ഇടാലോ. എന്റെ സ്നേഹമാണെന്ന് ഞാനത് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാലയ്ക്ക് വേണ്ടി ഒരു റെസ്റ്റ്. അത് നിന്റെ കഴുത്തിൽ കിടന്ന് റെസ്റ്റ് ചെയ്താൽ മതി. ഞാൻ സാധനം പോയി എടുത്തോളൂ. അല്ല അതെ, പോയി എടുക്ക്. നിന്നോട് ഓരിയിടാനല്ല മാലയിടാനാണ് ഞാൻ പറഞ്ഞത്. അല്ല അതെ, മാല എവിടെയാടി? മാല ഞാൻ മാലേ അത് പിന്നെ നമ്മുടെ സ്വർണ്ണയില്ല. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നതിലേ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. പൊന്നെന്തെടുക്കേ, കൊതുകിനെ കൊല്ലിയാണോ? മുത്തിന് ചായ വേണടാ. അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. നാണമില്ലേ നിങ്ങൾക്ക്? കണ്ട പെമ്പിള്ളേർക്കൊക്കെ മെസ്സഞ്ചറിൽ വിളിച്ചിട്ട് പൊന്ന് ചായ കുടിച്ച മുത്ത് എന്തെടുക്കണമെന്നൊക്കെ ചോദിക്കാൻ ഒരു നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളെങ്ങടെ പോണ്? ഞാനേ ടെറസേ പോയിട്ട് കുറച്ചേരം വെയിലോളട്ടെ. വൈറ്റമിൻ ഡി കിട്ടും. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി തന്നിരുന്ന അവളില്ലേ, അവളെ കെട്ടിയോനെ പട്ടാളത്തിന്ന് വന്നിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് പോണ്ട, വെടി കിട്ടി മരിക്കും. കിളിയേ, താഴെ വീഴുന്നീ. പൊന്നെ പൊന്നാ.